വിരലിലെണ്ണാവുന്ന ഗാനങ്ങളൊന്നുമല്ല ജാനകിയമ്മ മലയാളികൾക്കും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കും സമ്മാനിച്ചത്. ഇന്ന് 88-ാം വയസ്സിൽ ഗായിക എസ് ജാനകി വിട പറയുമ്പോൾ സംഗീത പ്രേമികളുടെ കണ്ണീര് പൊഴിയുകയാണ്. വിഖ്യാത ഗായിക എസ് ജാനകി അന്തരിച്ചുവെന്ന വാർത്ത ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് പുറത്തുവന്നത്. 88 വയസ്സുകാരിയുടെ ജീവിതത്തിൽ ഇനി ഒന്നും നേടാൻ ബാക്കിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണോ ദൈവം ജാനകിയമ്മയെ വിളിച്ചത് എന്നിപ്പോഴും ആർക്കും നിശ്ചയമില്ല. ജാനകിയമ്മ എന്ന ബഹുമാനത്തോടെ എല്ലാവരും വിളിക്കുകയും വളരെയധികം തന്നെ സ്നേഹത്തോടെ എല്ലാവരും കാണുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരത്തിന് ഏറ്റവും മികച്ച പിന്നണി ഗായികമാരിൽ ഒരാളാണ് എന്നതും അവരിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് എന്നുള്ളതും നമുക്ക് പറയാൻ സാധിക്കും. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ഒഡിയ, ബംഗാളി, മറാഠി, തുളു, ഉറുദു, ഗുജറാത്തി, പഞ്ചാബി, കൊങ്കണി, ആസാമി, സിന്ധി തുടങ്ങി 17 ഭാഷകളിൽ ഏകാന്തഗീതം, യുഗ്മഗാനം, കോറസ് മുതലായ പലതരത്തിലുള്ള 48,000-ഓളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ ഇംഗ്ലീഷ്, ജാപ്പനീസ്, അറബിക്, ജർമ്മൻ, സിംഹള എന്നീ ഭാഷകളിലും പാടിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ യഥാക്രമം കന്നഡ, മലയാളം എന്നീ ഭാഷകളിലാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സ് കീഴ്പ്പെടുത്തിയിട്ടുള്ളതും. അത്തരത്തിലെ ഗാനങ്ങളുമായിട്ടാണ് ജാനകിയമ്മ എന്നും ഒന്നാമതായി നിൽക്കുന്നത്. തെന്നിന്ത്യയുടെ വാനമ്പാടി, അതാണ് എസ് ജാനകിയെക്കുറിച്ച് എല്ലാവരും വിട പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന വാക്ക്. സംഗീത ലോകത്ത് പാടിവെച്ച എത്രയോ നല്ല ഗാനങ്ങളുണ്ട്, ഇന്നും ആർക്കും പാടി തീർക്കാനോ അല്ലെങ്കിൽ പകരം വയ്ക്കാനോ പറ്റാത്തയൊന്ന്. സ്വരമധുരം വിളമ്പിയ മലയാള ഗാനങ്ങൾ അനവധിയാണ്. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വാഴ്വിൽ എന്ന ഗാനത്തിലൂടെയാണ് ജാനകിയമ്മ മലയാളത്തിലേക്ക് എത്തുന്നത്. പിന്നീടിങ്ങോട്ട് മലയാളികളുടെ അന്തരംഗങ്ങൾ സ്പർശിച്ച എത്രയോ ഗാനങ്ങൾക്ക് ജാനകി സ്വരമായി. തേനും വയമ്പും, മലർക്കൊടി പോലെ, തുമ്പി വാ, സന്ധ്യ, ആടിവാ കാറ്റേ, നാഥാ നീ വരും, കിളിയേ കിളിയേ, കണ്ണും കണ്ണും, മോഹം കൊണ്ടു ഞാൻ എന്നിങ്ങനെ വിശുദ്ധ ഗായികയെ അടയാളപ്പെടുത്തുന്ന ഒട്ടനവധി ഗാനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ശബ്ദത്തിലെ ശാലീനതയും ആലാപനത്തിലെ മാധുര്യവും എസ് ജാനകിയെ വേറിട്ട് നിർത്തുന്നുവെന്ന് നിസ്സംശയം പറയാം. ഉച്ചാരണശുദ്ധിയിൽ വിട്ടുവീഴ്ച അനുവദിക്കാത്ത ജാനകിയമ്മ വരികൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചതിനു ശേഷമാണ് പാടുന്നത്. ഒരിക്കൽ പി ഭാസ്കരൻ ജാനകിയെക്കുറിച്ച് പറയുകയുണ്ടായി, പാട്ടിൻ്റെ അർത്ഥം മാത്രം അറിഞ്ഞാൽ അവർക്ക് മതിയാകില്ല, അരികിൽ വന്നിരുന്ന് ഓരോ പദവും എങ്ങനെ ഉച്ചരിക്കുന്നുവെന്ന് നോക്കാം, അങ്ങനെ ഭാഷയെ അറിഞ്ഞ് അർത്ഥവും ഉച്ചാരണവും മനസ്സിലാക്കി മുന്നോട്ട് പോകാമെന്ന്. ഇന്ന് ജാനകിയമ്മ വിട പറയുമ്പോൾ മലയാളി പ്രേക്ഷകരടക്കമുള്ളവരിൽ ഏറ്റവും കൂടുതൽ വേദനയും ഇപ്പോൾ അതുതന്നെയാണ്. ഇന്ന് വാനമ്പാടിയില്ല എന്നുള്ളത് വളരെയധികം ദുഃഖമാണ്. ഓർക്കാൻ ഒരുപിടി നല്ല ഗാനങ്ങൾ തന്ന വാനമ്പാടി യാത്രയായതും മനസ്സിലാകുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.